ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ലിങ്ക്സും ഒന്ന് ഞാൻ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തോന്നുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടുന്ന് ഡൗൺലോഡ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു ആപ്ലിക്കേഷൻസ്, എന്തൊക്കെയാണ് അതിൻ്റെ യൂസ് ഉള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നതാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലാണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് കുറേ അധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലൊരു ആപ്ലിക്കേഷനാണ് ആപ്ടെക്ക എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്ലേ സ്റ്റോർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷനിലും കുറേ അധികം ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ലോഗോസും കാര്യങ്ങളൊക്കെ വരുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സ്റ്റോറിന് എഴുതി കാണിച്ചിട്ടുണ്ടാവും. താഴെയായിട്ട് കുറേ അധികം ആപ്ലിക്കേഷൻസ്, കുറേ അധികം കാറ്റഗറീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കുറേ അധികം ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്യാപ് കട്ടിൻ്റെ ഒക്കെ വേർഷൻസ്, ഇവിടെ 2025 വേർഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ് കട്ട് ബാൻ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്ന ക്യാപ് കട്ടിൻ്റെ വേർഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ ക്യാപ് കട്ടിൻ്റെ പ്രോ വേർഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലായിട്ട് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കാറ്റഗറീസിൽ ആപ്ലിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പോയി സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും. പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻസും ഇതിലുണ്ടാവും, പ്ലേ സ്റ്റോറിൽ ഇല്ലാത്ത ആപ്ലിക്കേഷൻസും ഇതിലുണ്ടാവും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഗൂഗിളിൽ കുറേ അധികം റിസർച്ച് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം വെബ്സൈറ്റ് ഒക്കെ വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലർ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വെബ് ക്യാപ്ചർ എന്നാണ്. നിങ്ങൾക്ക് ഏതൊരു വെബ്സൈറ്റ് ആണോ റിപ്പീറ്റഡ് ആയിട്ട് നോക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ടൊക്കെ റിസർച്ച് ചെയ്യേണ്ടി വരുന്നത്, ആ ഒരു വെബ് പേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേപോലെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ. ഇതാണ് അതിൻ്റെ ലോഗോസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബ്രൗസറിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 3 ബ്രൗസർ ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഡക്ക്, അതേപോലെ ഗൂഗിൾ, പിന്നെ ബിങ്. ഇത് പിന്നെ ഓൾറെഡി എൻ്റെ കയ്യിലുള്ള PDFസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഗൂഗിളിലോ അല്ലെങ്കിൽ അതിൽ കൊടുത്ത ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു വെബ് പേജ് ഇതേപോലെ അതിൻ്റെ ലിങ്ക് വന്ന് കോപ്പി ചെയ്യുക. ഞാൻ ഇപ്പോൾ S25 ലിങ്കാണ് കോപ്പി ചെയ്തിട്ടുള്ളത്. ദെൻ ആ ഒരു ആപ്ലിക്കേഷനിൽ വന്ന ശേഷം ഇവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗോ എന്നുള്ള ആ ഒരു ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ ഇവിടെ കറങ്ങിയിട്ട് ആ ഒരു വെബ് പേജ് അതേപോലെ ഇവിടെ ലോഡായി വരുന്നതാണ്. ഇവിടെ താഴെയായിട്ട് കൺവേർട്ട് വെബ് പേജ് ടു PDF എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെബ് പേജ് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ആ ഒരു ലിങ്കിൽ എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് ഉള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഏതൊക്കെ പേജാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സേവ് ബട്ടൺ ഉണ്ടാവും, ജസ്റ്റ് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കൊടുത്ത് സേവ് ചെയ്ത് വെക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വെബ് പേജ് ഇവിടെ PDF ആയിട്ട് കാണുന്നുണ്ടാവും. ഇത് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇവിടെ വെറുതെ സാംസങ്ങിൻ്റെ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ റിസർച്ച് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നോക്കാം. ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബ്രൗസ് ചെയ്യാനും പറ്റും. ഈസി ആയിട്ട് റീഡബിൾ ആണ്, ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് എന്ത് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മൾ വാൾപേപ്പർ ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാൾപേപ്പേഴ്സ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് പെരിസ്റ്റൈൽ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വാൾപേപ്പേഴ്സ്, ഹോം സ്ക്രീൻ വാൾപേപ്പർ, അതേപോലെ ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സേവ്ഡ് എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓൾറെഡി ഏതെങ്കിലും ഒരു എഫക്റ്റ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻ ഉണ്ടാവും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലോക്ക് സ്ക്രീൻ ബ്ലർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇവിടുന്ന് ബ്ലർ ആക്കാൻ പറ്റും. അതേപോലെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ കോൺട്രാസ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, സാച്ചുറേഷൻ്റെ ഓപ്ഷൻ, അതുപോലെ ഹ്യൂ, സ്കെയിൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കൊടുക്കുന്ന വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് സേവ് കൊടുക്കുകയാണ്. അത് സേവ് കൊടുത്ത ശേഷം നമ്മൾ സേവ്ഡ് എഫക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൊടുത്ത ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ അത് നമ്മൾ സെറ്റ് ആസ് വാൾപേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാനും പറ്റും. വളരെ മിനിമൽ ആയിട്ടുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കിഡിലെ ആപ്ലിക്കേഷനാണ്. അതായത് വാൾപേപ്പർ ഒക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നോർമലി വാൾപേപ്പേഴ്സ് ഇടുമ്പോൾ എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഇമേജ് എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ കൊണ്ടുപോയിട്ട് എഡിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വാൾപേപ്പർ ആക്കുന്നുണ്ടാവുക. ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് തന്നെ കിഡിലായിട്ടുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത്
ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻസ് കൂടാണ്ട് ഓപ്പൺ സോഴ്സ് ആയിട്ട് കുറേ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ കുറേ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുന്നത് ഡ്രോയിഡിഫൈ എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും അതിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാനും പറ്റും. ഇതിലൊക്കെയുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് യൂസ്ഫുൾ ആപ്ലിക്കേഷൻസ് ഓപ്പൺ സോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസിനനുസരിച്ചുള്ള കുറേ അധികം ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം ആപ്ലിക്കേഷൻസ് ഒക്കെ കിട്ടും. അതിൽ നിങ്ങളുടെ കൺവീനിയൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ആപ്പാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ OSS ഡോക്യുമെന്റ് സ്കാനറൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അങ്ങനെ കുറേ അധികം ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എന്ത് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു കിഡിലെ ലോഞ്ചറാണ്. ഈ ഒരു ലോഞ്ചർ പറഞ്ഞാൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള, എന്നാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന അത്യാവശ്യം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിഡിലെ ലോഞ്ചറാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആ ഒരു ലോഞ്ചർ എന്ന് പറയുന്നത്. ലോഞ്ചർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ഒരു ജസ്റ്റ് ഇതേപോലെ കിട്ടുന്നതാണ്. നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ ആ ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് പോകുന്നതുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് സെറ്റിംഗ്സിലേക്ക് വരിക. സെറ്റിംഗ്സിലേക്ക് വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലോഞ്ചറിന് സെർച്ച് ചെയ്യുക. ഓക്കെ, ലോഞ്ചറിന് ഇതേപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഡിഫോൾട്ട് ലോഞ്ചർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഇപ്പോൾ ഉള്ള ആ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ചറായിട്ട് സെറ്റ് ചെയ്തിട്ട് സെൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലോഞ്ചർ ഇതേപോലെ സെറ്റ് ആയി കിട്ടും. ഇതാണ് ലോഞ്ചർ എന്ന് പറയുന്നത്. നമ്മളിത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ഫോർ ആപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് 3 ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഗൂഗിൾ, കോൺടാക്ട്, അതേപോലെ ഡയൽ പാഡ് ആയിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാവുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ താഴെയായിട്ട് ഈ ഒരു ഡോട്ട് ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയും മിനിമലാണ് നമ്മുടെ ഈ ഒരു ലോഞ്ചർ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റാർട്ട് സെർച്ച് ഫോർ എവറിത്തിങ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ദെൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഓൾവേസ് ഈ ഒരു ഹിസ്റ്ററി എന്നുണ്ടാവും. അതായത് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്ത് എടുക്കുന്ന ആപ്ലിക്കേഷൻസ്, അതായത് ഡെയിലി യൂസിനൊക്കെ എടുക്കുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലോഞ്ചർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ലിങ്ക് വന്ന് ഞാൻ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ആപ്ലിക്കേഷൻസ് പറയുന്നത്. ഈ എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇതിലുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റിൽ പറയാം എങ്ങനെയാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് അത് കമന്റ് ചെയ്യുന്ന സമയത്ത് ബാക്കി വീഡിയോ കാണുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ഇനി ഇതേപോലുള്ള കൂടുതൽ കണ്ടന്റ്സ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ വേഗം തന്നെ കിട്ടാൻ വേണ്ടി ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇപ്പം തന്നെ എനേബിൾ ചെയ്ത് വെക്കുക.